ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അണകവിയും നഴലാഴുമാഴിയെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്നു നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഭഗവത്പാദങ്ങളിൽ പ്രണാമം. കോട്ടയം യൂണിയൻ സൈബർ സേന ഒരുക്കുന്ന ഗുരുവിജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്തേ. ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് വിരചിതമായ ഏതാണ്ട് 64 പരം കൃതികൾ നമ്മുടെ കരങ്ങളിൽ സുരക്ഷിതമായി എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗുരുവിൻ്റെ സ്തോത്രകൃതിയായ പിണ്ടനന്ദിയാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഗുരുഭക്തി എന്നത് മഹാഗുരുവിനെ ഗുരുവായി കണ്ട് നമ്മൾ ദൈവമായി ആരാധിച്ചു പോരുന്നു. ഗുരുവിൻ്റെ കൃതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗുരു എന്താണെന്നും ഗുരുവിനെ ഈശ്വരതുല്യനായി ഈ പ്രപഞ്ചം മുഴുവൻ കാണുന്നതെന്നും ഗുരു ആരാണെന്നും അറിയണമെങ്കിൽ നാം ഗുരുവിൻ്റെ കൃതിയിലൂടെയും ശ്രീനാരായണ ധർമ്മത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതറിയുവാൻ സാധിക്കുന്നു. ഗുരു എന്താണ് നമുക്ക് പകർന്നു തന്നിരിക്കുന്നതെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ഉള്ള ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃതികളെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ അറിയുവാനും അതിനെ പഠിക്കുവാനും ശ്രീനാരായണ ധർമ്മം എന്താണെന്ന് അറിയുവാനും ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം, അല്ലെങ്കിൽ നമ്മുടെ ജനത, അല്ലെങ്കിൽ നമ്മുടെ മക്കള് കടന്നു പോകുന്നത്. എൻ്റെ ഉള്ളിലുള്ളതും തൊട്ടടുത്തുള്ളവൻ്റെ ഉള്ളിലുള്ളതും ഒരേ കരുവാണെന്ന് ഗുരു അനുകമ്പാ ദശകത്തിലൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മക്കളെയൊക്കെ കൃത്യമായി പറഞ്ഞാൽ അവർ മയക്കുമരുന്നിനും കഞ്ചാവിനും ഒക്കെ അടിമയാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ മക്കളെ അവർ മറ്റൊന്നിലേക്കും ചാഞ്ചാടാതെ ഗുരുവിൻ്റെ പാതയിലേക്ക്, അല്ലെങ്കിൽ ഗുരുവിനെ അറിയുവാനും ഗുരുവിനെ പഠിക്കുവാനും ഒക്കെ ഉള്ള ഒരു ഉപാധിയാണ് ഗുരുവിൻ്റെ 64ഓളം കൃതികൾ. ആ കൃതികളെയൊക്കെ മനനം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അർത്ഥതലങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ആ ഒരു അനുഭൂതി, അല്ലെങ്കിൽ അവരത് അറിയുവാനുള്ള ആഗ്രഹത്തെ, ആ ഒരു ആഗ്രഹവുമായിട്ട് ഗുരുവിനെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൃതിയെ മാറോടി ചേർത്തുകൊണ്ട് വെക്കുമ്പോൾ അവർ മറ്റൊന്നിലേക്കും കടന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ ഈ ജനതയെ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണ്ടനന്ദി എന്ന കൃതിയാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഗർഭത്തിൽ വച്ചു ഭഗവാനടിയന്റെ പിണ്ടം എപ്പേരുവൻപൊടു വളർത്ത കൃപാലുവല്ലേ, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയുമോശം പോ. അല്ലയോ മംഗളസ്വരൂപനായ ഭഗവാൻ, ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ അടിയന്റെ പിണ്ടത്തെ അളവറ്റ കൃപയോടെ കാത്തു സൂക്ഷിച്ച, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഇച്ഛയോടെ പരിപാലിച്ച അവിടുത്തെ ഇച്ഛയോടെ
കാത്തു പരിപാലിച്ച, അവിടുത്തെ കൽപ്പന അനുസരിച്ച് കാത്തു പരിപാലിച്ച ആ ഒരു തിരിച്ചറിവോടെ എല്ലാം ഈ ഉള്ളവൻ അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് ആദ്യത്തെ വരിയിലൂടെ ഗുരു നമുക്ക് കാട്ടിത്തരുന്നത്. ഗുരുവിൻ്റെ ഓരോ കൃതിയിലും അല്ലെങ്കിൽ ഗുരുവിൻ്റെ എല്ലാ കൃതിയെയും നാം ഒന്ന് എടുത്ത് പഠിച്ച് അതിനെ ഒന്ന് മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ എന്നോ എൻ്റെ എന്ന ഒരു പദപ്രയോഗമോ ഗുരുവിൻ്റെ ഒരു കൃതിയിലും കാണാറില്ല. ഈ പദ്യത്തിലും അത്രയും കൃത്യമായിട്ടാണ് ഗുരു കാട്ടിത്തരുന്നത്. ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും കാണുന്നത് പോലെ തന്നെ വളരെ അനുകമ്പയോടുകൂടിയാണ് ഗുരു ഈ കൃതിയെയും ഈ പിണ്ടത്തോടുള്ള നന്ദി അറിയിക്കുന്ന ഈ പദ്യത്തിൽ അമ്മയുടെ വയറ്റിലായിരുന്ന ആ സമയത്ത് തൻ്റെ പിണ്ടത്തെ അളവറ്റ കൃപയോടെ കാത്തു സൂക്ഷിച്ച ആ പിണ്ടത്തോടുള്ള നന്ദി അനുകമ്പയോടുകൂടി, ആ ഒരു വാത്സല്യത്തോടുകൂടി അതിൻ്റെ നന്ദി എല്ലാം നിന്നിൽ സമർപ്പിച്ചുകൊണ്ട്, ശംഭോ നീയാണ് എന്നെ അത്രയും സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ, അമ്മയുടെ ഉദരത്തിലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു മായാവലയത്തിലും പെടാതെ 9 മാസക്കാലം ഒരു ബന്ധുക്കളുടെയും അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒന്നും കാരുണ്യവും ആ ഒരു സഹായവുമില്ലാതെ എന്നെ അമ്മയുടെ ഉദരത്തിലായിരുന്ന സമയത്ത് കാത്തു പരിപാലിച്ച ശംഭോ, അങ്ങയുടെ മുന്നിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാനിതാ അങ്ങയുടെ മുന്നിൽ നന്ദി അറിയിക്കുകയാണ്. എപ്പോഴും എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലെന്ന എല്ലായ്പ്പോഴും, ഒരു സമയത്ത് മാത്രമല്ല, ഒരു അമ്മയുടെ ഉദരത്തിൽ മാംസപിണ്ഡമായിട്ട് അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആ സമയം മുതൽ 9 മാസത്തിനു ശേഷം ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജന്മമെടുത്തു വരുന്ന ആ സമയം വരെ കാത്തു പരിപാലിച്ചു, എല്ലായ്പ്പോഴും കാത്തു പരിപാലിച്ചത് അങ്ങാണ്, ശംഭുവാണെന്നാണ് ആദ്യത്തെ വരിയിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെറിയും കൊളുത്തി ദണ്ഡപ്പെടുത്തുമൊരു ദേവതയിങ്കൽ നിന്നൻ പിണ്ടത്തിനന്ന മൃദു നൽകി വളർത്ത ശംഭു. പഞ്ചഭൂതങ്ങളെയെല്ലാം ഒരു നിയതമായ അളവില് തപന പ്രക്രിയയ്ക്ക് വിധേയമാക്കി കൂട്ടിച്ചേർത്തുകൊണ്ട് ആത്മാവിനെ നിരന്തരമായ മായാവലയത്തിൽ പെടാതെ എൻ്റെ ഈ ശരീരത്തെ കാത്തു പരിപാലിച്ച് ഒരു മായാശക്തിയുടെയും വലയത്തിലേക്ക് അകപ്പെടാതെ നിരന്തരമായി ആ തപന പ്രക്രിയയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് എന്നെ കാത്തു പരിപാലിച്ചത് ശംഭോ ജഗദീശ്വരനാണെന്ന് കാട്ടിത്തരികയാണ്. ആ സമയത്ത് ഗുരു ഒന്നും കൂടാതെ മണ്ണ്, ജലം, കനൽ, അമ്പരം എല്ലാം, കാറ്റ് എന്നിവയെ കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാം കൃത്യമായി ഒന്നും കൂടാതെയും കുറയാതെയും കൃത്യമായി ചേർത്ത് അമ്മയുടെ ഉദരത്തിൽ ഒരു ശരീരമാക്കി എന്നെ ആ ഒരു ഗർഭപാത്രത്തിൽ എത്തിച്ചു തന്ന ആ സമയം മുതൽ ഓരോന്നിനെയും എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരുതീയും കൊളുത്തിയിരിക്കുകയാണെന്ന് ശംഭു പറഞ്ഞു. എന്നെ വളർത്തി ആ ഒരു സമയത്ത് കാത്തു പരിപാലിച്ച് ശംഭുവാണെന്ന് നന്ദിയോടുകൂടി പറയുകയാണ്. കല്ലിനകത്തു കുടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയെന്നറിയിച്ചിടുന്നു. അല്ലിക്കുടത്തിൽ അമരുന്ന മരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. കല്ലിനകത്തു കുടി വാഴുമൊരൽപ്പജന്തു. ഓരോ കല്ലിൻ്റെ അകത്തും, അല്ലെങ്കിൽ ഒരു കല്ല് മാറ്റി നോക്കിയാൽ അതിൻ്റെ അടിയിലുണ്ടാകുന്ന സൂക്ഷ്മജീവിയെ, ആ സാഹചര്യങ്ങൾക്കിടയിൽ ആ പരിമിതിക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്ന ആ ജീവിയെപ്പോലും നിസ്സാരമായ ജീവികൾ മാത്രമല്ല, ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് ശംഭുവിനെയാണ്. അങ്ങയെ ആശ്രയിച്ചു തന്നെയാണ് കഴിയുന്നതെന്ന് ഗുരു ഓരോ ജീവിയും, അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ, അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ശംഭു ഭഗവാനെ ആശ്രയിച്ചാണ് ഈ ജീവിതം അല്ലെങ്കിൽ ഇത് മുന്നോട്ട്
കൊണ്ടുപോകുന്നതെന്ന് ഈ പിണ്ടത്തോടുള്ള നന്ദിയായിട്ട് അറിയിക്കുകയാണ്. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്നു കൊണ്ടിതു വളർന്നതോ വിചിത്രം, എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ, അന്ധത്വമില്ലതിനു നീ അരുളിയിടു ശംഭോ. ആലോചിച്ചു നോക്കിയാൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന അല്ലെങ്കിൽ ആ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന എന്നെ രക്ഷിക്കുവാൻ ബന്ധുക്കളോ സമ്പത്തോ ഒന്നുമില്ലായിരുന്നുവെന്ന്, ആരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഭൂമിയിലേക്ക്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാ അത്ഭുത ശക്തി എന്താണെന്ന് ഒന്ന് കാട്ടിത്തരുമോ, ഒന്ന് പറഞ്ഞു തരുവോ? ഈശ്വരന്റെ ആ ലീലാവിലാസം മാത്രമാണ്, ഈശ്വരന്റെ ആ കൃപ കൊണ്ട് മാത്രമാണ് ഒരു ബന്ധുക്കളും ഇല്ലാതെ എന്നെ ആ മായാവലയത്തിൽ ഒന്നും പെടാതെ കാത്തു സൂക്ഷിച്ച് സത്യദർശനം ഉണ്ടാകുന്നതിന് നീ കൃപ ചൊരിയണമേ എന്ന് ഈ വരികളിലൂടെ കാട്ടിത്തരികയാണ്. ആലോചിച്ചു നോക്കിയാൽ ഒരമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത്, പണ്ട് കാലത്തൊക്കെ നമ്മുടെ പ്രായമായ അമ്മമാരൊക്കെ പറയുമായിരുന്നു, വെളിയിലേക്ക് ഇറങ്ങരുത്, രാത്രിയിൽ വെളിയിലേക്ക് ഇറങ്ങിയാൽ ആ ഒരു സമയത്ത്, അതായത് ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ വെളിയിലേക്ക് ഇറങ്ങുകയോ എന്തെങ്കിലും കണ്ട് ഭയക്കുകയോ ഒക്കെ ചെയ്താൽ ആ ഗർഭത്തിനുണ്ടാകുന്ന, അല്ലെങ്കിൽ അലസിപ്പോകുവാനോ, അല്ലെങ്കിൽ ആ ഭയം അവളുടെ ജീവിതത്തിൽ അവളുടെ കുഞ്ഞിനുണ്ടാകുന്ന ആ ഒരു ക്ഷീണമാണെന്ന് പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അത് കൃത്യമായിട്ട് ഗുരു ഈ വരികളിൽ അത്ര കൃത്യമായിട്ട് പച്ച മലയാളത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഗുരു കാട്ടിത്തരികയാണ്. 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു, കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ, കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ, അക്കാലം നിലച്ചു കരയുന്നിതു കേൾക്ക ശംഭോ. ഗർഭാവസ്ഥയിലായിരുന്ന ഞാൻ അതിവേഗം വളർച്ച പ്രാപിച്ച ആ കാലഘട്ടം മുഴുവൻ ഒരുപോലെ നയനങ്ങൾ വെച്ചു. 4-5 മാസം ഒരുപോലെ. അതാണ് പറയുന്നത്, ഈ 4-5 മാസം നമ്മുടെ മക്കള് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലാകുമ്പോൾ ആ 4-5 മാസം ആ ഒരു ഗർഭം അലസി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ട് അതിനെ കാത്തു പരിപാലിക്കുവാനുള്ള ഒരുപോലെ നയനങ്ങൾ വെച്ച്, ഒരുപോലെ എല്ലാ സമയത്തും തൻ്റെ കണ്ണുകൾ വെച്ച്, തൻ്റെ നയനങ്ങൾ വെച്ച് കാത്തു പരിപാലിച്ച് അന്ന് കഴിഞ്ഞിരുന്ന ആ ഒരു ഭൂതത്തെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഗുരു ഈ വരികളിൽ കാട്ടിത്തരികയാണ്. രേതസ്സു തന്നെ ഇതു രക്തമൊടുങ്കലർന്നു, നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേൻ, മാതാവുമില്ലവിടെയൊന്നു പിതാവുമില്ലയിൻ, താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. രേതസ്സു തന്നെ ഇതു രക്തമൊടും, അച്ഛന്റെ അംശമായ ബീജവും അമ്മയുടെ അംശമായ അണ്ഡവും കലർന്ന് ഒരു മാംസപിണ്ഡമായി അതിനെ തമ്മിൽ, ആ അംശമായ അണ്ഡവും ബീജവും തമ്മിൽ കലർന്ന് അതിൽ ഈശ്വര ചൈതന്യത്തെയും കൂടെ, അങ്ങനെ വെറുതെ അല്ല, ആ രക്തത്തോട് ചേർത്ത് അതിനെ കലർത്തി, ആ അണ്ഡവും ബീജവും കലർന്നു വരുമ്പോൾ അതിനെ തമ്മിൽ കലർത്തി അതിൽ ഈശ്വര ചൈതന്യത്തെയും കൂടി ചേർത്ത് ഒരു പ്രത്യേക വ്യക്തിഭാവമുള്ളവനാക്കി ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ നമുക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഗർഭാവസ്ഥയിൽ കിടന്ന് ആ അവസ്ഥയിൽ അച്ഛനുമില്ല, അമ്മയുമില്ല, ബന്ധുക്കളുടെ ഒന്നും സഹായമില്ലാതെയാണ് അത്രയും കാലം ഒരു ഇടുങ്ങിയ ആ ഒരു ഗർഭാവസ്ഥയിൽ കിടന്ന്, ഇടുങ്ങിയ കാറ്റും വെളിച്ചവും ഒന്നുമില്ലാതെ ഇടുങ്ങിയ ആ ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുന്നത് അച്ഛന്റെ മനസ്സിലാണ്. അച്ഛന്റെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെ നിന്ന്
അമ്മയുടെ ഉദരത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടാകുന്ന ആ ഒരു അച്ഛന്റെ മനസ്സിൽ നിന്നാണ് ആ അമ്മയുടെ ഉദരത്തിലേക്ക് കുഞ്ഞുണ്ടാവുന്നത്. ആ ഒരു അവസ്ഥയെ, ആ ഒരു അണ്ഡവും ബീജവും കലർന്നുണ്ടാകുന്ന ആ ഒരു അവസ്ഥയെ കൃത്യമായി കാത്തു പരിപാലിച്ച് ഒന്നും കൂടാതെയും കുറയാതെയും ഒരു തപന പ്രക്രിയയിലൂടെ കടത്തി വിട്ടുകൊണ്ട് അതിലേക്ക് ഈശ്വര ചൈതന്യത്തെ കൂടി കലർത്തിയിട്ടാണ് നമ്മുടെ ഭഗവാൻ ഭഗവാൻ ആ ഈശ്വരാംഗത്തെയും കൂടി ചേർത്തിട്ടാണ് തൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ആ മാംസപിണ്ഡത്തെ വളർത്തി കാത്തു പരിപാലിച്ച് കൊണ്ടുപോരുന്നത്. അന്നുള്ള വേദന മറന്നതു നന്നുണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനന്നു കുറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. അന്നുള്ള വേദന, അക്കാലത്ത് ഞാൻ ഗർഭാവസ്ഥയിലായിരിക്കുന്ന ആ ഒരവസ്ഥയിൽ അനുഭവിച്ച വേദനകളൊന്നും, ഈ വേദനകളെ ഒന്നും ഓർക്കാതിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഓർക്കാൻ സാധിക്കാത്തതൊരു ഭാഗ്യമായി ഇതെല്ലാം എൻ്റെ ഓർമ്മയിൽ വന്നാൽ ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ എരിതീയിൽ വീണ് എരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കാലഘട്ടത്തെ ഓർക്കുവാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ മറക്കുവാൻ സാധിച്ചത് ആ ചെറിയ പൊറിവാതിലുകൾ 5 ഇട്ട് തന്നത് കൊണ്ട് ഭഗവാന്റെ കരവിരുതിലൂടെ ആ ഒരു 5 പ്രപഞ്ചം എന്ന് എനിക്ക് അറിയുവാൻ സാധിച്ചത്, ഭൂമിയിലേക്ക് വരുവാൻ സാധിച്ചത് ആ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഒന്നും ഓർക്കാൻ കഴിയാതെ വന്നത് കൊണ്ടാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണെന്ന് ഗുരു പറയുകയാണ്. എന്തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു പോവുന്ന എന്താവതിഞ്ഞടിയനൊന്നരുളിയിടു ശംഭോ. ഞാൻ ഗർഭാവസ്ഥയിലായിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ ഒന്ന് നല്ല രീതിയിൽ ദീർഘശ്വാസം വലിക്കുവാനോ അല്ലെങ്കിൽ നെടുവീർപ്പെട്ട് ഒന്നും ഒരു ശ്വാസം പോലും ഒന്ന് അനങ്ങാതെ, അല്ലെങ്കിൽ ഒന്നും ചരിഞ്ഞു കിടക്കാനാവാതെ, നല്ല രീതിയിൽ ഒന്ന് ചരിഞ്ഞു കിടക്കുവാനോ നിവർന്ന് കിടക്കുവാനോ ഒന്നും സാധിക്കാതെ നെടുവീർപ്പിട്ടിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒരു ഭാരമായി ഉള്ളിൽ പേറിക്കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ട് അമ്മ വെറുതെ നെടുവീർപ്പിട്ടിരിക്കണം. ആ പ്രസവ സമയത്ത് അനുഭവിച്ച 20 അസ്ഥികൾ പൊടിഞ്ഞുണ്ട്. ഒരു സ്ത്രീ തൻ്റെ 20 അസ്ഥികൾ പൊടിഞ്ഞുണ്ടാകുന്ന ആ വേദനയെ, അന്ന് ആ ഉണ്ടായ അനുഭവത്തെ, ആ കാലയളവിൽ എനിക്കുണ്ടായ ഓരോ ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ഞാൻ ഓർക്കാതിരുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവിടുന്നൊന്ന് വെളിവാക്കി തരണമെന്ന് ഈ വരിയിലൂടെ ഗുരു പറയുകയാണ്. എല്ലാം അറിഞ്ഞു ഭഗവാനിവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണേ നീ. എല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ. എല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവൻ ഇന്നെടുത്തു ചൊല്ലേണമോ. എൻ്റെ ദുരിതങ്ങളെല്ലാം അറിയാവുന്ന ഭഗവാനെ ശംഭോ, എല്ലാം ഓരോന്നായി എണ്ണി പറഞ്ഞു തരണമോ എന്ന് ഈ ഭക്തൻ ഭഗവാനോട് ചോദിക്കുകയാണ്. എല്ലാം എണ്ണിപ്പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലാരും ഇങ്ങടിയനങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞെരുതിലേറി വരുന്ന ശംഭോ. അങ്ങനെ ശംഭോ, നിന്നോട് നന്ദി അറിയിക്കുവാനായിട്ട് കിട്ടിയ ആ ഒരു അവസരമാണെന്ന് ഈ പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ ഗുരു കാട്ടിത്തരികയാണ്. കൃത്യമായും ഈ പിണ്ടനന്ദി എന്ന കൃതിയിലൂടെ നാം ഈ വരികളെ ഓരോന്നും മനനം ചെയ്താൽ, ഇതിനെ പഠിച്ചാൽ, ഒരു അമ്മയോട് ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഒരു പിണ്ഡത്തോടുള്ള ഭഗവാൻ
ഒരു പിണ്ടത്തോടുള്ള നന്ദി അറിയിക്കുവാനുള്ള, അനുകമ്പയോടുകൂടിയുള്ള എല്ലാ നന്ദിയും അറിയിക്കുവാനുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ജനതയെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ല മക്കളെ, അല്ലെങ്കിൽ നല്ല സമൂഹത്തെ, നല്ല ജനതയെ വാർത്തെടുക്കുവാൻ സാധിക്കുമെന്ന് ഉള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ മക്കളൊക്കെ ഇന്ന് മറ്റു ചിന്തകളിലേക്ക് വഴിതെറ്റിപ്പോകുകയും മറ്റു കാര്യങ്ങളിലേക്ക് മറികടന്നു പോകുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ ഗുരുവിലേക്ക് അടുപ്പിക്കുവാനും, ഗുരുവിൻ്റെ ധർമ്മത്തിലേക്ക് അടുപ്പിക്കുവാനും, ഗുരുവിൻ്റെ കൃതിയിലേക്ക് അടുപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ അവരെ അതിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, തീർച്ചയായിട്ടും അവർക്കതൊരു മുതൽക്കൂട്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. എൻ്റെ വാക്കുകളെ എത്രത്തോളം ഭഗവാന്റെ ഈ വാക്കുകളെ എത്രത്തോളം സമൂഹത്തിലേക്ക്, നമുക്ക് നമ്മുടെ മക്കളിലേക്കും സമൂഹത്തിലേക്കും ഒക്കെ എത്തിക്കുവാൻ എൻ്റെ ഈ വാക്കുകൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ബലമുണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി ഈ കോട്ടയം യൂണിയൻ്റെ കീഴിലുള്ള സൈബർ സേനയുടെ എല്ലാ ഗുരുവിജ്ഞാന പ്രഭാഷണ പരമ്പരയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഗുരുവിനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി. നമസ്തേ. ഗുരുധർമ്മം ജീവിക്കട്ടെ.